ആ 16-ാം തീയതി മുതലേ റൂമിനകത്ത് അവർ അടച്ചിട്ടിട്ട് നല്ല രീതിയിൽ പീഡിപ്പിക്കുന്ന കൊടിയ മർദ്ദനമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പത്രത്തിൽ കണ്ട് കറക്റ്റാണ്. ഇവിടെ 130-130ഓളം കുട്ടികളെ മുമ്പ് വെച്ചിട്ട് ഒരു തുണി പോലും ഇല്ലാതെ തുണിയെല്ലാം മാറ്റി ബെൽറ്റ് കൊണ്ട് അടിച്ച് ഈ 3 ദിവസം കൊടിയ പീഡനം നടത്തിയിട്ട് അവർ കെട്ടി തൂക്കുക. അത് നമ്മൾ ആദ്യം ആരോപണം പോലെയല്ല, നമുക്കറിയാമെന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും അത് വളരെ കറക്റ്റായി, എല്ലാം വളരെ കറക്റ്റായി. അവന് 3 ദിവസം വരെ പഴക്കമുള്ള അവരുടെ ഇൻസൈഡ് ഏരിയ മൊത്തം പാർട്സുകൾ 3 ദിവസം വരെ പഴക്കമുണ്ടെന്ന് പറയുന്നു. തലയ്ക്ക് പുറകിൽ അടി കിട്ടിയിട്ടുണ്ട്. വയറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല, ആഹാരവുമില്ല, ഒന്നുമില്ല, 3 ദിവസം വരെ ഉള്ള. അപ്പോഴും കറക്റ്റായി. പിന്നെ ഇവിടെ വന്നപ്പോഴും ഒരു കുട്ടികൾ എന്നോടും പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് ഈ കാര്യം അറിഞ്ഞിട്ടാണ് വന്നത്, മരണം അറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞു തൂങ്ങി മരിച്ചു, മകൻ്റെ ബോഡി കൊണ്ടുവരാൻ ആൾ പോയിരിക്കുന്നു. 19-ാം തീയതി ആൾ പോയിരിക്കുന്നു. 20-ാം തീയതി കൊണ്ടുവന്നു, 20-ാം തീയതി ബോഡി കൊണ്ടുവന്നു ഇവിടെ കിടത്തി. അപ്പോഴേ എന്നോടെല്ലാവരും പറഞ്ഞു തൂങ്ങി മരിച്ചാണ്. വേറെ ആർക്കും അതൊന്നും അറിയില്ലായിരുന്നു. ഈ ബോഡി കൊണ്ടുവരുന്നവർക്കാണ് പിന്നെ ഈ വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവിടെ നടന്ന കാര്യങ്ങളും എല്ലാവർക്കും വരണ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്ന് ബോഡി കിടത്തി സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി. എൻ്റെ ഇളയ മോന ചെയ്യുന്നതല്ല, ഞാൻ പുറത്തിരിക്കുകയായിരുന്നു, ഞാൻ കൂടെ പോയില്ല. അവിടുന്ന് അവൻ്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ട് കുറച്ച് നേരം ഞാൻ മാറി നിന്നപ്പോഴേ ആ കൂട്ടുകാരിൽ 2-3 പേര് എൻ്റെ അടുത്ത് വന്നു. 10-20 കൂട്ടുകാർ വന്നു എന്ന് തോന്നുന്നു. അപ്പോഴായി ഈ കാര്യം എന്നോട് ഒന്ന് ചെവിയിൽ പറഞ്ഞിട്ട് അങ്ങ് പോയത്. ആരടുത്തും പറയില്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. 2-3 കുട്ടികളെ പേരും പറഞ്ഞു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അവരെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ട് കെട്ടി തൂക്കിയെന്നു. ഇപ്പോൾ പുറത്തു വന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ പോലും പറ്റുന്ന തരത്തിലേക്ക്, ഒന്ന് ഓർക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള പീഡനങ്ങളാണ്. അപ്പോൾ അത് സിദ്ധാർത്ഥനെ വളരെയധികം വേദനിപ്പിച്ചിട്ടാകാം, അത് ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു അനുമാനം. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? 100% ഞാൻ പറയുന്നു, സിദ്ധാർത്ഥ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പോലീസ് ഏത് രീതിയിലും അനുമാനിക്കട്ടെ, അതിന് ഞാനൊന്നും പറയുന്നില്ല. അവരനുമാനം എന്താണെന്നുള്ളത് അവർ നോക്കാം. എനിക്ക് തൃപ്തിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകും, അന്വേഷണം. അവരെ അതിൽ അനുമാനിക്കട്ടെ, കുഴപ്പമില്ല. സിദ്ധാർത്ഥൻ അത് ചെയ്യില്ല എന്നുള്ളവരും എനിക്ക് 100% ഉറപ്പാണ്. കാരണം അവൻ യാതൊരു രീതിയിലുള്ള പ്രഷറും, വേറെ പ്രഷറില്ല, ഈ കാര്യമൊന്നുമില്ല. പിന്നെ അവർ നമ്മൾ അറിഞ്ഞിടത്തോളം ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കുറച്ച് ഡോക്ടേഴ്സ്, നമ്മൾ അറിയാവുന്ന ഡോക്ടേഴ്സിനെ കുറിച്ച് കാണിച്ചു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും ഇഞ്ചുറി ആയിട്ടുള്ള നിൽക്കുന്ന ഒരാൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇഞ്ചുറി ആയി നിൽക്കുന്നതായിട്ട് സ്വന്തമായിട്ട് ഇത് കയറി തൂങ്ങാനുള്ള ആരോഗ്യം കിട്ടില്ല. ഇത്രയും ഇഞ്ചുറി ആയിട്ടുള്ള ഒരാൾ, അതൊന്നാമത്തെ കാര്യം. ഒരു ബാത്റൂമില്ല, വെന്റിലേറ്ററില്ല തൂങ്ങി എന്ന് പറയുന്നത്. ബാത്റൂമിലെ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഹൈറ്റ് വരും എന്നുള്ള കാര്യം അവിടെ പോയി നോക്കിയവർക്ക് അറിയാം. പോലീസും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ബാത്റൂമിലെ വെന്റിലേറ്ററിൽ അങ്ങനെ തൂങ്ങാൻ പറ്റില്ല. പിന്നെ ബാത്റൂമിലെ വെന്റിലേറ്റർ അതെങ്ങനെ തൂങ്ങാം? മുണ്ടിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത്. മുണ്ടിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ പാട് വയറിലെ പാടാണ്, ഇലക്ട്രിക് വയറിൻ്റെ പാടാണ് കഴുത്തിൽ കിടക്കുന്നത്. തൂങ്ങിയത് മുണ്ടിൽ നിന്നാണ്, അതെങ്ങനെ പറ്റും? അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ആ കുട്ടികൾ പറഞ്ഞിട്ട് പോയത്, സിഞ്ചോയും അക്ഷയ് റഹാനും ചേർന്നിട്ട് റൂമിൽ കൊണ്ട് തീർത്തിട്ട് പോയതാണ് അങ്കിളെന്ന് പറഞ്ഞത്.